തുടർന്ന് 2019 സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ നൊബേൽ സമ്മാനം ലഭിച്ചു. It's an honor and a privilege to convey to you on behalf of the Royal Swedish Academy of Sciences. ആ വ്യക്തി ഒരു ഇന്ത്യൻ പൗരനല്ല, ഇന്ത്യയിൽ ജനിച്ചെന്നേ ഉള്ളൂ. മൊത്തത്തിൽ 2014 മുതൽ ഇന്ത്യക്ക് ഒരു മേഖലയിലും നൊബേൽ സമ്മാനം ലഭിച്ചിട്ടില്ല. അത് മലിനീകരണമോ ദാരിദ്ര്യമോ വിശപ്പോ സത്യസന്ധതയില്ലായ്മയോ ആകട്ടെ, ഇന്ത്യ അവിടെയും ഒന്നാം സ്ഥാനത്താണ്. ഇന്ന് എന്തിനാണ് നമ്മൾ തിരയുവാൻ പുറപ്പെടുന്നത്? നമുക്ക് ഭ്രാന്താണോ? നമ്മൾ ഇതിനകം എല്ലാം കണ്ടെത്തി കഴിഞ്ഞു. എന്തിനാണ് നമ്മൾ എന്തെങ്കിലും അന്വേഷിക്കുവാൻ പുറപ്പെടുന്നത്? എല്ലാം ഇതിനകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു. അതിനാലാണ് അവർക്കെല്ലാം നമ്മോട് അസൂയ. 100 ട്രില്യൺ വർഷങ്ങൾക്ക് മുൻപ് സാക്ഷാൽ ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ലഭിച്ചിരുന്നു. അവർക്ക് ഓസ്ട്രോനട്സ് ഉണ്ട്. അതിനാൽ അവർ ഗവേഷണം ചെയ്യുന്നു. ഇവിടെ നമുക്ക് ജ്യോതിശാസ്ത്രമുണ്ട്. ഇത് വളരെ വേദനാജനകമാണ്. അതുകൊണ്ടാണ് ഞാൻ പരിഹസിക്കുന്നത്. സിനിമകൾ നിർമ്മിക്കുമ്പോൾ മോഷ്ടിച്ച പാട്ടുകൾ പാടുന്നു, മോഷ്ടിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നു, ഡിസൈൻ മോഷണം ചെയ്യുന്നു. അന്ധവിശ്വാസങ്ങളും യാഥാസ്ഥികതയും പൊള്ളയായ പാരമ്പര്യങ്ങളും 50 വർഷം മുൻപ് പോലും വർദ്ധിക്കാത്ത അളവിൽ ഇന്ന് ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമസ്തേ ആചാര്യജി. ഇന്നത്തെ ചോദ്യം നമ്മുടെ പാർട്ട്നേഴ്സിൽ ഒരാളിൽ നിന്നാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമല്ല. അതിനാൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അങ്ങയോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഛത്തീസ്ഗഡിൽ നിന്നുള്ള രുക്മാജിയാണ് ചോദിക്കുന്നത്. ആചാര്യജി, 2024 നൊബേൽ പുരസ്കാരങ്ങൾ ഒക്ടോബർ 7-നും ഒക്ടോബർ 11-നും ഇടയിൽ പ്രഖ്യാപിച്ചു. ഇത് പരിഗണിച്ചപ്പോൾ 2014 മുതൽ സമാധാന മേഖലയിൽ ഇന്ത്യയ്ക്കൊരു നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു. തുടർന്ന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു. ആ വ്യക്തി ഒരു ഇന്ത്യൻ പൗരനല്ലായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലാണ് ജനിച്ചെന്നേ ഉള്ളൂ. മൊത്തത്തിൽ 2014 മുതൽ ഇന്ത്യക്ക് ഒരു മേഖലയിലും നൊബേൽ സമ്മാനം ലഭിച്ചിട്ടില്ല. ഒരു രാജ്യവും ഒന്നാമതെത്തുവാൻ ആഗ്രഹിക്കാത്ത മേഖലകളിൽ നമ്മൾ മുൻപന്തിയിലുമാണ്. മലിനീകരണമായാലും ദാരിദ്ര്യമായാലും വിശന്നു മരിക്കുന്നവരുടെ ആയാലും സത്യസന്ധതയോ ഇല്ലായ്മയോ ആയാലും അവിടെയെല്ലാം ഇന്ത്യ മുകളിലാണ്. ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസവുമായോ അതോ നമ്മുടെ ചിന്തകളോടോ ജോലിയോടോ ഉള്ള സത്യസന്ധതയുമായോ നേരിട്ട് ബന്ധമുള്ളതാണോ? ദയവായി ഇതിൽ അങ്ങ് ഞങ്ങളെ നയിക്കുകയും ആഴത്തിൽ ചിന്തിക്കുവാൻ സഹായിക്കുകയും ചെയ്യുക. നോക്കൂ, ഈ മുഴുവൻ നൊബേൽ കമ്മിറ്റിയും നമ്മളിൽ അസൂയപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ നമുക്ക് നൊബേൽ നൽകാത്തതും. അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞത് 8 നൊബേൽ സമ്മാനങ്ങളെങ്കിലും ലഭിക്കണം. 8 നൊബേൽ. 8 മേഖലകളിൽ നൽകിയില്ലെങ്കിലും പ്രശ്നമില്ല. ഓരോ മേഖലയിലും 2 വീതം ലഭിക്കണം. അത്തരം അത്ഭുതകരമായ ആളുകളാണ്. അവൻ ഗവേഷണം ചെയ്യുന്നു. ലോക ഗുരുവാണെന്ന് അവനറിയില്ല. നമുക്ക് ആദ്യമേ എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഗവേഷണം നടത്തേണ്ടത്? ഗവേഷണം നടത്തിയവരെയോ പ്രവർത്തിച്ചവരെയോ ആദരിക്കുന്നതിനായാണ് നൊബേൽ നൽകുന്നത്. സമാധാനത്തിന് പ്രത്യേക നൊബേൽ സമ്മാനമുണ്ട്. മറ്റെല്ലാ സമ്മാനങ്ങളും ഗവേഷണത്തിനാണ് നൽകുന്നത്. സാമ്പത്തിക ശാസ്ത്രമായാലും ശാസ്ത്രമായാലും എന്തെങ്കിലും തിരച്ചിൽ നടത്തും. അപ്പോഴേ നിനക്കത് കണ്ടെത്തുവാൻ കഴിയും. നമ്മൾ എന്തിനാണ് തിരയുവാൻ പുറപ്പെട്ടത്? നമുക്ക് ഭ്രാന്താണ്. നമ്മളെല്ലാം നേരത്തെ തിരഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്തിനാണ് എന്തെങ്കിലും തിരയുവാൻ വേണ്ടി പുറപ്പെട്ടത്? എല്ലാം നമ്മൾ ഇതിനകം തിരഞ്ഞു കഴിഞ്ഞു. നഷ്ടപ്പെട്ടവരാണ് ശരിക്കും തിരയേണ്ടത്. നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ യജമാനരുടെ യജമാനരാണ്. അവരെല്ലാവരും ദരിദ്രരും വിദ്യാഭ്യാസമില്ലാത്തവരുമാണ്. നമ്മുടെ പഴയ പുസ്തകങ്ങളിലെല്ലാം 100 ട്രില്യൺ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുണ്ട്. ഇവർക്കിതൊന്നും അറിയില്ല. അതിനാൽ ഇന്നവർ പോകുന്നു. മോളിക്കുലാർ ബയോളജിയിൽ നമുക്ക് എന്തൊക്കെ പുതിയ കണ്ടെത്തലുകൾ നടത്തുവാൻ കഴിയും? ഫിസിക്സിൽ നമുക്ക് എന്തൊക്കെ പുതിയ കണ്ടെത്തലുകൾ നടത്തുവാൻ കഴിയും? സാമ്പത്തിക ശാസ്ത്രത്തിൽ നമുക്ക് എന്തൊക്കെ പുതിയ ഗവേഷണങ്ങൾ നടത്തുവാൻ കഴിയും?
നമ്മൾ ഇതെല്ലാം നമുക്ക് സ്വയം ബ്രഹ്മാവിന്റെ വായിൽ നിന്നും ലഭിച്ചു 100 ട്രില്യൺ വർഷങ്ങൾക്ക് മുൻപ്. നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നത് എന്തിന്? നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്, അതല്പം തെറ്റിപ്പോകുന്നു. അതിനാൽ നമ്മൾ അത് നിലനിർത്തുന്നു. അതിനെയാണ് കൂട്ടിച്ചേർക്കൽ എന്ന് വിളിക്കുന്നത്. അതിനാൽ നമ്മൾ അടിസ്ഥാന ഗവേഷണമൊന്നും നടത്തുന്നില്ല, നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. നമ്മൾ തിരയുന്നില്ല, കൂട്ടിച്ചേർക്കുന്നു. കാരണം ഇപ്പോൾ കാര്യം പണമാണെന്ന് പോലും പറയുവാൻ കഴിയില്ല. ഇത് 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അതിലെ ഏറ്റവും മികച്ച 1% ആളുകൾക്ക് ധാരാളം പണമുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഇന്ത്യയിലെ മുംബൈ നഗരത്തിലാണ്. ഇപ്പോൾ ഇതുപോലും പറയുവാൻ കഴിയില്ല ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണെന്ന്. എന്തുകൊണ്ടാണ് ദാരിദ്ര്യം? ഇവിടെ 5000, 10,000 കോടി രൂപയുടെ വിവാഹങ്ങൾ നടക്കുന്നു. പിന്നെ എവിടത്തെ ദാരിദ്ര്യം? ഭാരതത്തിലെ സമ്പന്നരെ എല്ലാം എടുത്താൽ ചെറിയ രാജ്യം രൂപീകരിക്കുവാൻ കഴിയും. ഇന്ത്യ ഇപ്പോൾ തന്നെ വളരെ സമ്പന്നമായി മാറിയിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ ദരിദ്രരെയും എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി ഇത് മാറും. ഇന്ത്യയിൽ രണ്ടും ഒരുമിച്ച് നടക്കുന്നു. അന്ധമായ സമ്പത്തും വെറും വയറ്റിൽ ഉറങ്ങുവാൻ പ്രേരിപ്പിക്കുന്ന ദാരിദ്ര്യവും ഒരുമിച്ച് നടക്കുന്നു. ഇപ്പോൾ ഗവേഷണ സൗകര്യങ്ങൾക്കുള്ള ഫണ്ടിന്റെ കുറവുണ്ടെന്ന് പറയുവാൻ പോലും കഴിയില്ല. ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് എവിടെയായിരിക്കും? നമ്മുടെ ചിന്തയിലും സംസ്കാരത്തിലും. എനിക്ക് തിരയുവാൻ താല്പര്യമില്ല. നമ്മൾ കണ്ടതെല്ലാം ഇതിനകം തിരഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അന്വേഷണത്തിന് ശേഷം നമ്മൾ എന്തു ചെയ്യും? അന്വേഷിച്ചവർക്ക് എന്ത് ലഭിച്ചു? അവർ മരണത്തെ ജയിച്ചോ? എന്താ അവർക്ക് മോക്ഷം ലഭിച്ചോ? എന്താ അവർ അഹങ്കാരം, ആസക്തി, ഭയം, അത്യാഗ്രഹം, കോപം എന്നിവയെ ജയിച്ചോ? നമ്മൾ വിജയിച്ചു. അതിനാൽ നമുക്ക് ഒരു തരത്തിലുള്ള ഗവേഷണത്തിന്റെയും ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോഴും ലഹരിയുടെയും മിഥ്യയുടെയും കെണിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ നേരിട്ട് മുറിച്ചു മാറ്റിയിരിക്കുന്നു. നമ്മൾ സ്വതന്ത്രരാണ്. ഹേയ്, ലക്ഷ്യം നേടിയവൻ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി എന്തു ചെയ്യും? അവരെല്ലാം ഇപ്പോഴും കുട്ടികളാണ്. പടിഞ്ഞാറൻ ജനങ്ങൾ, അവരുടെ നാഗരികത ഇപ്പോഴും മുട്ടുകുത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. നമ്മൾ വളരെ പ്രായമായവരാണ്. അവർ ഗവേഷണം നടത്തുവാൻ പോകുന്ന ദിശയിൽ ഞങ്ങൾ വളരെ മുൻപേ പൂർത്തിയാക്കിയ ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു. ഈ കുട്ടികളെ ഇപ്പോൾ കളിക്കുവാൻ അനുവദിക്കുക. നമ്മൾ പക്വതയുള്ളവരാണ്. നമ്മൾ സാക്ഷികളായിരുന്ന് ഈ കുട്ടികൾ കളിക്കുന്നത് കാണാം. കുട്ടികൾ കളിക്കുന്നു. പുതിയ പാർട്ടിക്കിൾ ആക്സിലേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നു. എന്ത് പാർട്ടിക്കിൾ ആക്സിലേറ്റർ? നമ്മൾ നേരിട്ട് യുഗങ്ങളെ ആക്സിലറേറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ പുസ്തകങ്ങളിലോട്ട് പോയി ചോദിക്കൂ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന്. ഞങ്ങളെല്ലാം ഒട്ടും താമസമില്ലാതെ ചെയ്തു കഴിഞ്ഞു. മാസ്ലെസ്സായ ഒരു ചെറിയ കണികയെ ആക്സിലറേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ തിരക്കിലാണ്. അത് വളരെയധികം ആക്സിലറേറ്റ് ചെയ്താലും നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് ലൈറ്റ് തൊടുവാൻ കഴിയില്ല. നമ്മൾ മുഴുവൻ മനുഷ്യനെയും ആക്സിലറേറ്റ് ചെയ്തു. സത്യയുഗത്തിൽ നിന്ന് അവനെ എടുത്ത് ഒരു കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് അവനെ കലിയുഗത്തിലിട്ടു. ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ നിർമ്മിക്കുകയാണ്. നമ്മൾ എപ്പോഴേ പേഴ്സണൽ ആക്സിലറേറ്റർ നിർമ്മിച്ചിരിക്കുകയാണ്. സ്പീഡ് ഓഫ് ലൈറ്റിനെ വയലേറ്റ് ചെയ്തു. എവിടത്തെ സ്പീഡ് ഓഫ് ലൈറ്റ്? സൂര്യൻ പോകാൻ പാടില്ലാത്തിടത്ത്
സൂര്യൻ തന്റെ പ്രകാശത്തെ കേന്ദ്രീകരിക്കണം. 3G, 4G, 5G എന്നിവ തയ്യാറായി. 10,000 വർഷങ്ങൾക്ക് മുൻപ് 15,000G ഉപേക്ഷിച്ചു. അതിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു നെറ്റാണ്. നമ്മൾ എല്ലാത്തരം വലകളും മുറിച്ചു മാറ്റി. അതൊരു മിഥ്യയാണ്. നമ്മൾ സ്വതന്ത്രരാണ്. നമ്മൾ എന്തു ചെയ്യും? ഈ ഭ്രാന്തന്മാരെ പോലെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മുടേത് യഥാർത്ഥ ബുദ്ധിയാണ്. നമ്മുടെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഗവേഷണം ഉണ്ടാകില്ല. എന്നിരുന്നാലും ആ ഗവേഷണം നടത്താത്തതിനാൽ നമ്മൾ ഇതിനകം തന്നെ ചെറിയ പട്ടണങ്ങൾ ചൈനയെ പോലുള്ള ചെറിയ രാജ്യങ്ങളെക്കാൾ 20 വർഷം പിന്നിലാണ്. കാരണം ഞങ്ങൾ AI-യിൽ ഗവേഷണം നടത്തിയിട്ടില്ല, പണവും നിക്ഷേപിച്ചിട്ടുമില്ല. ഞങ്ങൾ ഒരു യഥാർത്ഥ രാജ്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര ഗവേഷണം നടത്തൂ. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ ഇത് 500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചെയ്തു വന്ന്. ഇത് നിങ്ങളുടെ ജോലിയാണ്. ഇതെല്ലാം പറയുക. 500 വർഷം വളരെ ചെറുതാണ്. നിങ്ങൾ ഗവേഷണം നടത്തി ഇവിടെ കൊണ്ടുവരിക. നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഇതെല്ലാം വളരെ മുൻപേ ചെയ്തിട്ടുണ്ട്. അതിലെന്താണുള്ളത്? ഒന്നുമില്ല. നിങ്ങൾക്ക് ബുദ്ധിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്രിമ ബുദ്ധി. നമ്മൾ നാച്ചുറലി ഇന്റലിജന്റ് ആണ്. നിങ്ങളുടെ AI നിങ്ങൾ സൂക്ഷിക്കുക. നൊബേൽ നിങ്ങളുടെ കുട്ടികളുടെ കളികളാണ്. എന്ത്? നിങ്ങളുടെ നൊബേൽ എന്തൊക്കെ ചെയ്തു? ഡൈനാമൈറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുവാൻ ഡൈനാമൈറ്റ് ആവശ്യമാണ്. നമ്മുടെ പൂർവികർ മലകളെ മുഴുവനും പറിച്ചു കളയുവാൻ കഴിയുന്ന തരത്തിലായിരുന്നു. പറയും, നിങ്ങളുടെ നൊബേൽ കൊണ്ട് എന്തു ചെയ്യാനാണ്? അതൊരു ശാസ്ത്രജ്ഞനാണ് ലഭിക്കുന്നത്. രുക്മാജി പുരസ്കാരം ഒരു ശാസ്ത്രജ്ഞനല്ല ലഭിക്കുന്നത്. അവരുടെ മുഴുവൻ സമൂഹത്തിനുമാണ് ലഭിക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞൻ ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നവനല്ല, മറിച്ച് സമൂഹത്തിന്റെ അടിത്തറയിലാണ് നിൽക്കുന്നത്. സമൂഹം അങ്ങനെയല്ലെങ്കിൽ അവന് ശാസ്ത്രജ്ഞനാകുവാൻ കഴിയില്ല. എപ്പോൾ സമൂഹം, ചിന്ത, സംസ്കാരം എന്നിവയിലെല്ലാം ചിതലരിക്കുന്നുവോ അവിടെ നാടോടി മതത്തിൽ യഥാർത്ഥ മതത്തിന് ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. അവിടെ ജിജ്ഞാസ എങ്ങനെ ഉണ്ടാകും? ജിജ്ഞാസ ഇല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്തലുണ്ടാകും? നമുക്ക് സംസ്കാരം എന്നാൽ പാരമ്പര്യവും വിശ്വാസവും അംഗീകാരവുമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിലാണ് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അറിയേണ്ടതിന്റെ ആവശ്യകതയിൽ തിരയുന്നു. അപ്പോഴാണ് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. എന്തിനാണ് ലഭിക്കുന്നത്? ഇന്ത്യ കൂടുതൽ അംഗീകാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശരിക്കും നമുക്ക് നൊബേൽ സമ്മാനം ലഭിക്കുമോ? നമുക്കതിന്റെ ആവശ്യമില്ല. ഇത് കുട്ടികളുടെ കാര്യമാണ്. അവർ കളിക്കട്ടെ. എന്താണ് കാര്യം? നിങ്ങൾ അവർക്ക് കുറച്ച് പണം നൽകുന്നു. നൊബേൽ പ്രൈസിലൊക്കെ എന്താണ് കാര്യം? പണം നമ്മുടെ കൈകളിലെ ചെളിയാണ്. ഇതെന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? വീഴുന്നേയില്ല. പണം ഇങ്ങനെ പുറത്തു വരാത്തപ്പോൾ ഒന്നും പറയരുത്. ഒന്നുമില്ല. പണത്തിലൊക്കെ എന്തിരിക്കുന്നു? നമ്മൾ നേരിട്ട് സമുദ്രം മഥനം ചെയ്ത് കൽപ്പവൃക്ഷം കൊണ്ടുവരും. നിങ്ങൾ അതിൽ നിന്ന് ആവശ്യപ്പെടുന്ന അത്രയും പണം അത് നിങ്ങൾക്ക് നൽകും. അവർക്കവിടെ ബഹിരാകാശ സഞ്ചാരികളുണ്ട്. അതിനാൽ അവർ ഗവേഷണം നടത്തുന്നു. നമുക്കിവിടെ ജ്യോതിശാസ്ത്ര സംവാദമാണ്.
നീ മുഴുവൻ വാഹനവും ബഹിരാകാശ പേടകവും ഉണ്ടാക്കി ഗവേഷണം നടത്തുന്നു. നമ്മുടെ ഇവിടെ ബാബാജിയുടെ കൊള്ളയാണ്. ഗുൽ 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 ഗുൽ. ആസ്ട്രോ ആയി കഴിഞ്ഞു. തീർന്നു. എന്നിട്ട് നിനക്ക് എത്ര ദൂരം പോകുവാൻ കഴിയും? ബാബാജി, നീ അവിടെ പോയാൽ കണ്ണുകൾ അടയ്ക്കുക. ഉടനെ പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള പ്രപഞ്ചത്തിലെത്തും. ബാബാജിക്ക് നൊബേൽ സമ്മാനം നൽകുവാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. അദ്ദേഹം ആൽഫ്രഡ് നൊബേലിന്റെ ജാതകം പോലും വായിക്കും. നിങ്ങൾ നൊബേൽ സമ്മാനം നൽകാൻ വന്നിരിക്കുന്നു. എന്നിട്ടും മനുഷ്യജീവിതത്തിന്റെ തെരഞ്ഞെടുത്ത ചില മേഖലകളിൽ മാത്രമേ നൊബേൽ സമ്മാനം നൽകപ്പെടുന്നുള്ളൂ. അധ്വാനം, സംരംഭകത്വം, സർഗാത്മകത, മറ്റു മേഖലകളുമുണ്ട്. നമ്മൾ അതിലും എവിടെയാണ് അറിയാമല്ലോ. അത് വളരെയധികം വേദനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പരിഹാസപൂർവ്വം സംസാരിക്കുന്നത്. നമ്മൾ ജിജ്ഞാസ നഷ്ടപ്പെട്ടവരുടെ പിൻഗാമികളാണ്. ശരിക്കും ജിജ്ഞാസയുടെ അഗ്രം വളരെ മൂർച്ചയുള്ളതായിരുന്നു. അത് അവരുടെ ഉള്ളിൽ വേരൂന്നിയ വിശ്വാസങ്ങളെപ്പോലും മുറിച്ചുമാറ്റി. അത് മിഥ്യാധാരണകളെയും പുറത്തുള്ള അജ്ഞതയുടെ വലയെയും മുറിച്ചുമാറ്റി. നമ്മൾ തത്വചിന്തകരുടെയും ചിന്തകരുടെയും പിൻഗാമികളാണ്. ശരിക്കും ചോദ്യം ചോദിക്കുന്ന അന്വേഷകന്റെ ഹൃദയത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ തത്വചിന്ത നേരിട്ട് ആഴ്ന്നിറങ്ങുന്നത്. അവരിൽ ഒരാൾ അവരും മറ്റൊരാൾ ഞങ്ങളുമായിരുന്നു. വിലകെട്ട മക്കൾ. സിനിമ എടുക്കുമ്പോൾ അവർ മോഷ്ടിച്ച പാട്ടുകൾ പാടും, മോഷ്ടിച്ച വസ്ത്രങ്ങൾ ധരിക്കും, ഡിസൈൻ പോലും മോഷ്ടിച്ചത്. വെറും ശാസ്ത്രത്തിന്റെ കാര്യമല്ല, കലയിൽ നമ്മൾ ചെയ്യുന്ന യഥാർത്ഥ ജോലി എന്താണെന്ന് പറയും. ഒന്നോ രണ്ടോ അപവാദങ്ങൾ ഉണ്ടാകട്ടെ. രവീന്ദ്രനാഥ് ടാഗോറിന് ഗീതാഞ്ജലിക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് പറയൂ. എക്സംഷൻ ഒൺലി പ്രൂഫ് ദ റൂൾ. ഒന്നോ രണ്ടോ അപവാദങ്ങൾ എണ്ണുവാൻ തുടങ്ങരുത്. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ ജനസംഖ്യ മുഴുവൻ യൂറോപ്പിനേക്കാളും പല മടങ്ങ് കൂടുതലാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കൊന്നും ചെയ്യുവാൻ താൽപ്പര്യമില്ല. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം വളരെ മുൻപേ ചെയ്തിട്ടുണ്ടെന്ന്, നമ്മൾ ലോക ഗുരുവാണെന്ന് ഒക്കെ പറയും. ഭാരതത്തിനെ അപേക്ഷിച്ച് അവിടെ എത്ര പേറ്റന്റുകൾ ഫയൽ ചെയ്യപ്പെടുന്നു. ഓരോ വർഷവും ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിലെ നിക്ഷേപത്തിന്റെ അഭാവം നോക്കൂ. അവിടെ ഗവേഷണത്തിന്റെ ഗുണനിലവാരം നോക്കൂ. 30-35 വർഷങ്ങൾക്ക് മുൻപ് ചൈനയുടെയും ഇന്ത്യയുടെയും സാമ്പത്തിക സ്ഥിതി കൃത്യമായി ഒരുപോലെയായിരുന്നു. ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവരുടെ ജനസംഖ്യ അല്പം കൂടുതലായിരുന്നു എന്നതൊഴിച്ചാൽ ആളോഹരി വരുമാനം കൃത്യമായി തുല്യമായിരുന്നു. വാസ്തവത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും മികച്ചവരായിരുന്നു. 30-35 വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ സ്ഥാപനങ്ങൾ അവരുടേതിനേക്കാൾ മികച്ചതായിരുന്നു. ഇന്നവരുടെ സർവകലാശാലകൾ നോക്കൂ. നൊബേൽ സമ്മാനങ്ങളുടെ പ്രധാനമായും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർവകലാശാലകൾക്ക് യഥാർത്ഥത്തിൽ നൊബേൽ സമ്മാനങ്ങൾ ലഭിക്കുന്നു. എന്റെ ബാച്ച്മേറ്റുകളിൽ ഒരാൾ, അവൻ യുഎസിൽ പോയി. അവന്റെ മാസ്റ്റേഴ്സ് കം PhD പ്രോഗ്രാമായിരുന്നു. അവിടുന്ന് അവൻ പറഞ്ഞത് എന്റെ ഗൈഡ് ഇരിക്കുന്നിടത്ത് 4 നൊബേൽ സമ്മാന ജേതാക്കളിരിക്കുന്നു. 4 നൊബേൽ ലോറിയേറ്റ്സ് ഓൺ എ സിംഗിൾ ഫ്ലോർ, ഇൻ എ സിംഗിൾ ബിൽഡിംഗ്, ഇൻ എ സിംഗിൾ യൂണിവേഴ്സിറ്റി. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഇരിക്കുന്നു, ഒരാൾ അവിടെ ഇരിക്കുന്നു, അങ്ങനെ. ആ യൂണിവേഴ്സിറ്റിയിൽ അത്തരം നിരവധി കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളിൽ ഓരോന്നിനും അത്തരം നിരവധി നിലകളുണ്ട്. ഓരോന്നിലും 4 പേർ ഇരിക്കുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. നൊബേൽ സമ്മാനം ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അതിനുള്ള കഴിവുണ്ടാകണം. ഇവിടെ വിദ്യാഭ്യാസം എന്നാൽ ഒരാൾ വേഗത്തിൽ ബിരുദം പൂർത്തിയാക്കണമെന്നാണ്. അതിനുശേഷം അയാൾക്ക് സർക്കാർ ക്ലർക്കാകുവാൻ കഴിഞ്ഞാലും കുഴപ്പമില്ല.
മുഖർജി നഗറിലേക്ക് വേഗത്തിൽ ഓടുക. ആര് ഗവേഷണം നടത്തുവാൻ പോകുന്നു? ഇന്ത്യക്കാർക്ക് ഗവേഷണം ചെയ്യുവാൻ കഴിയില്ല എന്നല്ല, നമ്മുടെ ജീനുകളിൽ എന്തോ പ്രശ്നമുണ്ടെന്നുമല്ല. ഈ ഇന്ത്യക്കാർ വിദേശത്തേക്ക് പോകുമ്പോൾ ചെയ്യുന്നു. ഗോവിന്ദ് ഖുറാനെ ഓർക്കുക. മോളിക്കുലാർ ബയോളജിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നൊബേൽ സമ്മാനം ലഭിച്ചു. ഇപ്പോൾ എൻ്റെ ബാഗിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ഞാൻ ഇന്നും അത് വായിക്കുന്നു. പുസ്തകത്തിന്റെ പേര് വൈ വി ഡൈ എന്നതായിരുന്നു. ഒരു ഭാരതീയനാണ്. ഒരു ഇന്ത്യക്കാരൻ ഈ ചിന്തയിൽ നിന്നും ഈ സംസ്കാരത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അവനൊരു വജ്രം പോലെ തിളങ്ങുന്നു. യാഥാസ്ഥികത, അന്ധവിശ്വാസം, ജാതീയത, ഇതല്ലാതെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ മറ്റെന്താണുള്ളത്? പഴയ ശീലങ്ങളുമായി മുന്നോട്ടു പോകുന്നത് അർത്ഥശൂന്യമായത് മാത്രമല്ല, ലാഭകരമല്ലാത്ത, സജീവമായി മാരകവും ഹാനികരവുമാണ് ശരിക്കും. നമ്മൾ പിന്തുടരുന്നത് സ്റ്റീരിയോ ടൈപ്പുകളും ദുരാചാരങ്ങളുമാണ്. വിദ്യാഭ്യാസത്തെ നമ്മൾ ഭയപ്പെടുന്നതിന്റെ കാരണം വിദ്യാഭ്യാസം വന്നാൽ ഇതെല്ലാം ഇല്ലാതാകുമെന്നതാണ്. നമ്മൾ സർവകലാശാലകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അതേ സമയത്താണ് ഇവർക്കും ലഭിച്ചത്. ഇന്ത്യയും നിങ്ങൾക്കറിയാവുന്ന മറ്റെല്ലാ രാജ്യങ്ങളും കൊറിയയും ഏതാണ്ട് ഒരേ സമയത്താണ് നിലവിൽ വന്നത്. വാസ്തവത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാവരും പരസ്പരം പോരടിച്ച് നശിച്ചതിനാലാണ് സാമ്രാജ്യത്വം അവസാനിച്ചത്. അങ്ങനെ കൊളോണിയൽ ആധിപത്യം തകർന്നപ്പോൾ കോളനികൾ എങ്ങനെയാണ് വരുന്നത്? ഇതിലേറ്റവും വലുത് ബ്രിട്ടന്റേതായിരുന്നു. അവയെല്ലാം സ്വാതന്ത്ര്യം നേടി. 1945 1952 ഇടയിൽ. ചൈനയ്ക്കും ഈ സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ ചൈന ആരുടെയെങ്കിലും കോളനിയാണെന്ന് നിങ്ങൾ പറയില്ല. പക്ഷെ അത് വളരെ അടിച്ചമർത്തപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുള്ളിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. അതായത് കൊറിയ, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയയും സിംഗപ്പൂരും കൂടി. സിംഗപ്പൂർ എന്തായിരുന്നു? വികസനമൊന്നുമില്ലാത്ത ഒരു ചെറിയ തുറമുഖം. ഇതെല്ലാം ഇന്ത്യയോടൊപ്പം സ്വതന്ത്രമായി. അവരെല്ലാം ഇന്ന് എവിടെയാണെന്ന് നോക്ക്. അവർ എവിടെയാണെന്ന് നോക്ക്. കാരണം പറയൂ. വിദ്യാഭ്യാസം. എല്ലാവരും വിദ്യാഭ്യാസത്തിൽ വളരെയധികം നിക്ഷേപം നടത്തി. അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവരുടെ അവസ്ഥ ഇന്ത്യയേക്കാൾ മോശമായിരുന്നു. ഇത് തീർച്ചയായും അറിയുക. സ്ഥിതിവിവര കണക്കുകൾ നോക്ക്. ഞാൻ അവരെ മനഃപാഠമാക്കിയിട്ടില്ല. അവരുടെ പ്രതിശീർഷ വരുമാനം നോക്ക്. അവരുടെ സാക്ഷരതാ നിരക്ക് നോക്ക്. 1950 ഇന്ത്യയുമായി താരതമ്യം ചെയ്ത് ഇന്ന് നോക്ക്. ജപ്പാൻ നേരിട്ടിട്ടുള്ള നാശനഷ്ടങ്ങൾ മാത്രമല്ല, 2 ബോംബുകൾ നേരിടേണ്ടി വന്നു. അറ്റോമിക്. ജപ്പാനെക്കുറിച്ച് ആളുകൾ പറയും അതാദ്യമേ വ്യാവസായികമായി വികസിച്ചുവെന്ന്. അവർ ഇത് അംഗീകരിച്ചു. നമ്മൾ വിദ്യാഭ്യാസമില്ലാത്തവരാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വിദ്യാഭ്യാസമാണ്. ഞങ്ങൾ പറഞ്ഞു, എന്തിനാണ് വിദ്യാഭ്യാസം വേണ്ടത്? നമ്മുടെ പാരമ്പര്യം മാത്രം മതിയെന്ന്. വിദ്യാഭ്യാസം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട്? മാതാപിതാക്കളാണ് നമ്മുടെ അധ്യാപകർ. മാതാപിതാക്കൾ അവരുടെ അധ്യാപകരാണ്. അവർ നിരക്ഷരരാണെങ്കിൽ പോലും മാതാപിതാക്കളാണ് ഗുരു. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്താണ്? GDPയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കുറച്ചാണ് നിക്ഷേപിച്ചത്. ഇന്ത്യയേക്കാൾ ദരിദ്രരായവർ വിദ്യാഭ്യാസത്തിൽ വളരെ കൂടുതൽ നിക്ഷേപിച്ചു. വിദ്യാഭ്യാസമുള്ളപ്പോൾ മാത്രമേ നൊബേൽ സമ്മാനം വരൂ.
നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. 1-2 പതിറ്റാണ്ട് മുൻപ് വരെ ഉത്തർപ്രദേശിൽ സർക്കാരുകൾ തന്നെ ബോർഡ് പരീക്ഷകളിൽ കോപ്പിയടിക്ക് സൗകര്യമൊരുക്കിയിരുന്നു. ഇത് സംഭവിച്ചു. അവരോട് പറയൂ, അവർ 10ാം ക്ലാസ് പാസ്സാണെന്ന്. എന്തിനാണ് പാവപ്പെട്ട കുട്ടി ഉപദ്രവിക്കുന്നത്? ഞാൻ എന്തിനാണ് പാവപ്പെട്ടവന്റെ മകൻ എന്ന് പറഞ്ഞത്? ഒരു പാവപ്പെട്ടവന്റെ പെൺകുട്ടി 2ാം ക്ലാസ്സിൽ പോലും എത്താത്തതിനാൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി പ്രൈമറി ക്ലാസ്സിൽ തന്നെ ഡ്രോപ്പ് ഔട്ട് ആകുന്നു. അവൾ 10ാം ക്ലാസ് വരെ എങ്ങനെ എത്തും? നമുക്ക് നൊബേൽ സമ്മാനം വേണം. നമ്മൾ മേരി ക്യൂറിയെ പുറത്തെടുക്കും. 2 നൊബേൽ സമ്മാനം നേടിയ എങ്ങനെ അവരെ പുറത്തെടുക്കും? നമ്മുടെ പെൺകുട്ടികൾ പ്രൈമറി സ്കൂളിൽ തന്നെ പഠനം ഉപേക്ഷിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ സ്ഥാനത്ത് നമുക്ക് ശൂന്യമായ അഹങ്കാരവും സാംസ്കാരിക പ്രശ്നങ്ങളും പരിഹാരങ്ങളുമുണ്ട്. നമ്മൾ ലോക ഗുരുവാണ്. വിശ്വഗുരുവാകുവാൻ യോഗ്യരാണ്. കപിലനും കണാദനും പതഞ്ജലിയും ആര്യഭട്ടനും എല്ലാം വിശ്വഗുരു ആകുവാൻ യോഗ്യതയുള്ളവരാണ്. അവർ വന്നു പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. യാഗീയവൽക്കനും അഷ്ടവക്രനും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ലോക ഗുരുവാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഗൗതമ ഋഷി എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ ഗൗതമ ബുദ്ധൻ എഴുന്നേറ്റ് നിന്ന് ഗൗതമ ബുദ്ധന്റെ തത്വചിന്ത ലോകമെമ്പാടും വ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന് ലോക ഗുരുവാണെന്ന് പറയാം. നമ്മൾ എവിടുത്തെ ഗുരുവാണ്? വിദ്യാഭ്യാസം, കുട്ടി, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഇന്ത്യയിലെ നേതാക്കൾ വളരെയധികം ഭയക്കുന്നു. എന്തെന്നാൽ പൊതുജനങ്ങൾ വിദ്യാസമ്പന്നരാകുകയാണെങ്കിൽ ഒന്നാമതായി ഈ നേതാക്കളെ അവരുടെ ശരിയായ സ്ഥാനത്ത് കൊണ്ടിരുത്തും. ശരിക്കും നേതാക്കളുടെ അവകാശമാണ്. വിദ്യാഭ്യാസമില്ലാത്ത ഒരു വോട്ടർ സമൂഹം കൂടുതൽ നിരക്ഷരരും സംസ്കാരമില്ലാത്തവരുമാകുമ്പോൾ അവരെ വളരെ എളുപ്പത്തിൽ വഞ്ചിതരാക്കാം. പിന്നെ രാഷ്ട്രീയക്കാർ എന്തിനാണ് വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കേണ്ടതെന്ന് പറയുക? സർ, താങ്കൾ പറഞ്ഞതുപോലെ 1950-ൽ ഇന്ത്യ, ദക്ഷിണ കൊറിയ, ചൈന എന്നിവയുടെ സ്ഥാനം പരിശോധിച്ചാൽ 3 രാജ്യങ്ങൾക്കും ഏതാണ്ട് തുല്യ പദവിയായിരുന്നു. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ വായിച്ചുകൊണ്ടിരുന്നു. 1950-ൽ ഇന്ത്യയുടെ പെർ ക്യാപിറ്റൽ GDP 600 മുതൽ 700 വരെ ആയിരുന്നു. ട്രിപ്പിൾ P ക്രമീകരിച്ചു. ചൈനയുടേത് ഏകദേശം $500 അടുത്താണ്. ദക്ഷിണ കൊറിയയുടേത് ഏകദേശം $800. വിദ്യാഭ്യാസ നിരക്ക് ഒന്ന് തന്നെയാ. 3 പേരുടെയും ഏതാണ്ട് അടുത്താണ്. നിങ്ങൾ ഇത് നോക്കിയാൽ ചൈന നമ്മളെക്കാൾ 5 ഇരട്ടി കൂടുതലാണ്. PPP ക്രമീകരിച്ചാലും അത് 3-3.5 ഇരട്ടിയോ ആകും. ദക്ഷിണ കൊറിയയുടേത് 6 മുതൽ 8 ഇരട്ടിയാകും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകണം. എന്തുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറാകാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ധാരാളം പൊള്ളയായ അഹങ്കാരമുണ്ടെന്ന്. നമ്മുടെ ദുരവസ്ഥ കണ്ടിട്ടും നമുക്ക് ബോധം വരുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടാണോ നമ്മൾ ഈ അധപ്പതന ഘട്ടത്തിലെത്തിയത്, അത് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും കൂടുതൽ ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിൽ അന്ധവിശ്വാസങ്ങളും യാഥാസ്ഥികതയും പൊള്ളയായ പാരമ്പര്യങ്ങളും 50 വർഷം മുൻപ് വർദ്ധിച്ചിട്ടില്ലാത്ത വിധം വർദ്ധിച്ചു വരികയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ തുടർച്ചയായി തെറ്റുകളും വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ തെറ്റുകൾ തിരുത്തുന്നതിന് പകരം നമ്മൾ അതേ തെറ്റുകൾ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എപ്രകാരമാണ് താങ്കൾ മുൻപ് സർവകലാശാലയെയും വിദ്യാഭ്യാസത്തെയും കുറിച്ച് പറഞ്ഞത്? ഇന്നുവരെ 160-ലധികം നൊബേൽ സമ്മാനങ്ങൾ ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കണ്ടു. സ്റ്റാൻഫോർഡ് സർവകലാശാലയെക്കുറിച്ച് പറയുമ്പോൾ ഈ കണക്ക് അവിടെ 87 UC ബെർക്ലിയിൽ 107 മുകളിലുമാണ്. അതങ്ങനെ തന്നെ. നൊബേൽ സ്ഥാപനത്തിനാണ് നൽകുന്നത്. അത് ലഭിക്കുന്നയാളെ സ്ഥാപനത്തിന്റെ റെപ്രസെന്റേറ്റീവായി
പ്രതിനിധിയായി കണക്കാക്കുന്നു. സ്റ്റാൻഫോർഡിനും അത് ലഭിക്കുന്നു. വാസ്തവത്തിൽ ആളുകൾക്ക് കഴിയുന്ന ഒരു അന്തരീക്ഷം അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. യാതൊരു ഭയവുമില്ലാതെ, യാതൊരു മടിയും കൂടാതെ, യാതൊരു ആക്രമണവുമില്ലാതെ അവിടെ പോയി പുതിയതും ശക്തമായതും യാഥാർത്ഥ്യവുമായ കാര്യങ്ങൾ പഠിക്കുക. ഇന്ത്യയിൽ ഒരു വകുപ്പ് ജീവനക്കാരെ വിവിധോദ്ദേശമുള്ളവരായി കണക്കാക്കുന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്താലും അത് വിദ്യാഭ്യാസ വകുപ്പിലാണ് സംഭവിക്കുന്നത്. പിന്നെ എപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമോ അവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുക. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല. ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും നിങ്ങൾ ഒരു സ്കൂൾ അധ്യാപകനെ എടുത്ത് ഡ്യൂട്ടിയിൽ നിർത്തുന്നു. അയാളുടെ ജോലിക്ക് ഭാരമോ ബഹുമാനമോ ഇല്ലെന്ന മട്ടിൽ. അതെ, വിദേശ രാജ്യങ്ങളിൽ അധ്യാപകനാകുന്നയാൾ മറ്റെല്ലാ ജോലികളും ചെയ്യുവാൻ കഴിവുള്ളവരേക്കാൾ കൂടുതൽ യോഗ്യതയുള്ള ആളാണ്. ഇന്ത്യയിൽ എവിടെയും ഉപയോഗമില്ലാത്തയാൾ അധ്യാപകനാകുന്ന ഒരു അന്തരീക്ഷം ശരിക്കും സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ ചില അപവാദങ്ങളായിരിക്കാം. അവർക്ക് സല്യൂട്ട്. ആരെങ്കിലും ഞാനൊരു അധ്യാപകനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ആളുകൾ അയാളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ ഒരു അധ്യാപകനാണ്. നമുക്കെങ്ങനെ പെൺകുട്ടിയെ കൊടുക്കുവാൻ കഴിയും? ആരുടെ പേരിലാണ് നമുക്ക് നൊബേൽ സമ്മാനം ലഭിക്കുക? ഇവിടെ ഞങ്ങൾ ആർക്ക് നൊബേൽ സമ്മാനം നൽകും? ഇത് നൊബേൽ സമ്മാനത്തെക്കുറിച്ചല്ല. പൂർണ്ണമായും മറ്റൊരു വഴിക്ക് പോവുക. നിങ്ങൾക്ക് എത്ര ഗോൾഡൻ ഗ്ലോബ് ലഭിച്ചു? നിങ്ങൾക്ക് എത്ര അക്കാദമി അവാർഡുകൾ ലഭിച്ചു? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാനിവയെ രാവും പകലുമായി കാണുന്നു. നമ്മൾ എന്തായി മാറിയെന്നും ചിന്തിക്കുന്നത് വളരെയധികം വേദനാജനകമാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യ ഇത്തവണ എത്ര സ്വർണ്ണ മെഡലുകൾ കൊണ്ടുവന്നു? തുറന്നു പറയ്. വെറുതെ ഈ തല ഉലുക്കുന്നത് എന്തിനാ? സർ, 0. ആ, അതുകൊണ്ടാണ് ഇന്ത്യ 0 കണ്ടുപിടിച്ചത്. അടുത്തുള്ള ചൈനയുടെ എത്രയാ? 40-ന് മുകളിലാണെന്ന് തോന്നുന്നു. അതെ, 40-ലധികം സ്വർണ്ണ മെഡലുകളുമായി ചൈന ഇരിക്കുന്നു. നമ്മൾ 0. ഇന്ത്യ ലോകത്തിന് 0 നൽകിയതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു. ഞങ്ങൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ജസ്റ്റ് ആസ് റിമൈൻഡഡ് ടു ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്, വി ഗേവ് 0 ടു ദി വേൾഡ് ആൻഡ് വി കണ്ടിന്യൂ ഗിവിംഗ്. വിഷമമില്ല. അതെ, നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ സ്ഥിതിവിവര കണക്കുകളാണ്. അതിൽ നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ്. ലോകത്തിലെ ഏത് ലജ്ജാകരമായ കാര്യവും എടുത്തു നോക്കൂ. നിങ്ങളുടെ രാജ്യത്തിന്റെ പേര് പരാമർശിക്കാൻ പോലും പാടില്ലാത്തിടത്ത് നിങ്ങളുടെ രാജ്യത്തിന്റെ പേര് ആദ്യ 10-ൽ വരും. ലോകത്തെവിടെയാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് കൊല്ലപ്പെടുന്നത്? ലോകമെമ്പാടും നടക്കുന്ന പെൺഭ്രൂണഹത്യയുടെ 80 മുതൽ 90%, 95% ശിശുഹത്യയും ഇന്ത്യയിലാണ് നടക്കുന്നത്. വായു എങ്ങനെയുണ്ടെന്ന് പറയൂ. 2 or 4 തവണ ദീർഘമായി ശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വീണ് ബോധം നഷ്ടപ്പെടും. UAEയിൽ ഞങ്ങൾ മുൻപന്തിയില. ഞങ്ങളുടെ കണക്കുകൾ തൊടാൻ ധൈര്യപ്പെടരുത്. സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിലെ ജനങ്ങളെ പിടിക്ക്. അവരോട് പറയ്, നിങ്ങൾക്ക് ഞങ്ങളിൽ 1 or 20 പേരെങ്കിലും ആകാമോ എന്ന്. നമ്മൾ 7800-ലാണെന്ന് കാണിക്ക്. നമ്മൾ അമ്മയുടെ പാൽ കുടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. എനിക്കറിയില്ല, എല്ലാവരും കുടിക്കുന്നു. മൃഗങ്ങൾ പോലും അത് കുടിക്കും. നമ്മുടെ പാലിന്റെ പ്രത്യേകത എന്താണ്? സ്വിറ്റ്സർലാൻഡുകാരോട് പറയുന്നു, അമ്മയുടെ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 1 UAEയിൽ നിന്ന് 20 കാണിക്ക്. ആ പാവങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. അവർ തോൽക്കും. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എടുക്കൂ.
സ്കൂളിൽ നിന്ന് കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് ലിസ്റ്റ് എടുക്കൂ. നദികളുടെ മലിനീകരണ തോതെടുക്കൂ. സർക്കാരിലെ അഴിമതിയുടെ റാങ്ക് എടുത്തു നോക്കൂ. ടോപ്പ് 10 വിത്ത് ഗ്രേറ്റ് കൺസിസ്റ്റൻസി. നമുക്ക് ലജ്ജ തോന്നുന്നില്ലേ? പക്ഷെ നമ്മുടെ അഭിമാനം തകരുന്നില്ല. നമ്മുടെ ഈ പൊള്ളയായ ആത്മവിശ്വാസം തകരുന്നില്ലെങ്കിൽ ദേശീയ അഭിമാനത്തിന്റെ പേരിൽ ഭൂതകാലത്തിന്റെ പൊടി വലിച്ചെറിയുന്നത് തുടരുന്നു. നമ്മുടെ വർത്തമാനകാലത്ത് ഒരു പുരോഗതിയും ഉണ്ടാകില്ല. പോഷകാഹാര കുറവുള്ള കുട്ടികൾ എവിടെയാ ഉള്ളത്? ഭാരതത്തിൽ. പോഷകാഹാര കുറവുള്ള കുട്ടി എന്താ നൊബേൽ സമ്മാനം കൊണ്ടുവരുമോ? രാജ്യത്ത് പണമില്ലാത്തതുകൊണ്ടല്ല ആളുകൾക്ക് പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്നത്. നമ്മുടെ മധ്യകാല ഫ്യൂഡൽ മാനസികാവസ്ഥ കാരണം അവർക്ക് പോഷകാഹാരക്കുറവുണ്ട്. നമ്മൾ വളരെ എളുപ്പത്തിൽ അവരോടും അന്ധമായ ഭക്തി കാണിക്കുന്നു. ആ മാനസികാവസ്ഥയാണ് നിരവധി വലിയ ധനികരെ സൃഷ്ടിച്ചത്. റിസോഴ്സസ് ഇല്ല എന്നതല്ല പ്രശ്നം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആണ് പ്രശ്നം. വിഭവങ്ങളുടെ വിതരണം സാമ്പത്തിക പ്രശ്നമല്ല, സാംസ്കാരിക പ്രശ്നമാണ്. കാരണം ഒരാൾ എല്ലാവരിലും ഉയർന്നവനാണ്. എല്ലാവരുടെയും ജോലി അവന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക എന്നതാണ്. ഹീറോ വോർഷിപ്പ്, വിധിവിശ്വാസം, ഹീറോ വോർഷിപ്പ് ഇവിടെ വളരെ വ്യാപകമാണ്. എന്ത് സംഭവിച്ചാലും അത് ദൃശ്യമാകും. സർവശക്തന്റെ ഇച്ഛയില്ലാതെ ഒരു ഇല പോലും അനങ്ങില്ല. അതിനാൽ ഒരാളെ നിങ്ങളുടെ ഏകാധിപതിയാക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങളുടെ സ്വന്തം പരിശ്രമത്തിലൂടെ മാത്രമേ നിങ്ങളുടെ സാഹചര്യങ്ങളും ജീവിതവും മാറുകയുള്ളൂ. നമ്മുടെ സ്വന്തം പരിശ്രമങ്ങൾക്ക് ഒരു മൂല്യവും ബഹുമാനവുമില്ലാത്തപ്പോൾ ആ പരിശ്രമത്തിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? എന്തിനാണ് ലഭിക്കുന്നത്?